വാട്ട് ഹാപ്പൻസ് വെൻ യു ലവ് ജീസസ്? ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ യേശുവിനെ കാര്യം കാണാൻ, ദ നീഡ് ബേസിസ് ലവ്, അതായത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നതും ദൈവത്തെ ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കുന്നതും രണ്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വിശ്വാസത്തിൻ്റെ അളവാണ് സ്നേഹത്തിൻ്റെ അളവെന്ന് പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ തുടങ്ങും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശുവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ അവൻ തന്നിരിക്കുന്ന ലവ് ലെറ്ററായിട്ട് ഈ വേദപുസ്തകം നമ്മൾ കാണണം. എന്നിട്ട് നമ്മളിത് രാവിലെ എടുത്ത് വായിക്കുമ്പോൾ വി ഷുഡ് റീഡ് ഇറ്റ് കണ്ടിന്യൂസ്ലി. ഒത്തിരി വായിക്കുന്നതല്ല, വായിക്കുന്ന ഭാഗം ഒരു ചാപ്റ്ററാണോ അല്ലെങ്കിൽ ഈവൻ 5 സെൻറ്റൻസ് ആണെങ്കിൽ പോലും അത് റിപ്പീറ്റഡ്ലി അത് വായിക്കുമ്പോൾ അതാണ് ഈ എസെക്കിയേൽ 3:3 പറയുന്നത്, ഞാനൊരു ചുരുള് നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ അത് വായിലിട്ട് ചവച്ച് അരച്ച് കഴിക്കണം. അങ്ങനെയാണ് വചനം പറയുന്നത്. ചുമ്മാ അത് ഓടിച്ച് വായിക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ല. ബിക്കോസ് നമ്മുടെ ബ്രെയിനൊരു പ്രത്യേകതയുണ്ട്. ബ്രെയിൻ തീക്ഷ്ണമായ ആഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നമ്മൾ ശ്രദ്ധിക്കൂല, മനസ്സിലാക്കത്തില്ല. അപ്പം തീക്ഷ്ണമായ സ്നേഹത്തോടുകൂടി വന്നിട്ട് നമ്മൾ ഒരു വചനം എടുക്കുകയാണ്. ഇപ്പം ഞാൻ 45 കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്, സങ്കീർത്തനം. അതൊന്നും തന്നെ എടുക്കുക. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ശുഭവചനമായിട്ട് കവിയുന്നത്? ബിക്കോസ് വി ആർ സിറ്റിംഗ് വിത്ത് ദ ലോർഡ്. ഇതൊരു പ്രേമഗീതമാണ്, അതല്ല കാര്യം കാണാനുള്ള പ്രാർത്ഥനയല്ല. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, മറ്റുള്ളവരല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിനൊരു ബുക്കുണ്ട്, അത് സ്വർഗത്തിലൊരു ബുക്ക് എഴുതി വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൃതി ആർക്ക് വേണ്ടി? ദാറ്റ് ഈസ് വാട്ട് വെരി ഇമ്പോർട്ടൻ്റ്. അതായത് am I bringing glory to the living God? അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ 10,000ങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ദൈവം എന്ന് പറയുന്ന ചിലർക്ക് ആ കഴിവുണ്ട്. പക്ഷെ അല്ല, എവ്രി ഡേ നമ്മൾ നിൽക്കുന്നിടത്ത് ആർ വി മേക്കിംഗ് ആൻ ഇമ്പാക്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും അവന് മഹത്വം കൊടുക്കും. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയും, ഒരു പക്ഷേ നിങ്ങൾ വലിയ ആളുകളൊക്കെ ആയിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പൊസിഷൻ കാണും, പക്ഷേ ഡസ് ഇറ്റ് ബ്രിങ് ഗ്ലോറി ടു ദ ലിവിങ് ഗോഡ്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ? അത് നമ്മുടെ സാന്നിധ്യം നമുക്കറിയാം. അത് എവറി ഡേ നമുക്ക് ആത്മാവ് ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, അല്ലാത്തവർക്ക് ഇത് ഇച്ചിരി പാടായിട്ട് തോന്നിക്കും. പക്ഷേ ഇതൊരു ആദ്യ വിത്തായിട്ട് കടന്നു വരട്ടെ. അപ്പം ഞാൻ പിന്നെ പറയുന്നത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. ദൈവത്തിൻ്റെ എഴുത്തുകോലായിട്ട് നമ്മുടെ നാവ് മാറുമ്പോൾ നമ്മൾ പറയുന്നതിൽ ഇഫക്റ്റ് നാവിനുണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിൻ്റെ തുമ്പിന്മേൽ, അതായത് ദൈവവചനം ജീവനും ചൈതന്യമുള്ള ഇരുവാൾത്തലയുള്ള വാളാണ്. വേറൊരു വചനത്തിനും അത്ര ശക്തിയില്ല. എന്നാൽ ഒരാൾക്ക് നമ്മളെ ഉപദ്രവിക്കണമെങ്കിൽ നമ്മളെ വാക്കുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ ഒക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രായപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചു വെക്കുന്നത്. പക്ഷെ നമുക്ക് അതേപോലെ തന്നെ ദൈവശക്തിയുടെ അമിത ശക്തിയിൽ ദൈവസ്നേഹത്തെ വിളമ്പുവാൻ അല്ലെ പറഞ്ഞു കൊടുക്കാൻ ഒരു ചുമതലയുണ്ട്. അൺലെസ് യു മെഡിറ്റേറ്റ്, ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം കൊണ്ട് നമ്മളെ തന്നെ നിറയ്ക്കുന്നില്ല എങ്കിൽ, ഒരേ വചനം പല പ്രാവശ്യം വായിക്കുന്നില്ല എങ്കിൽ അതിനകത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതായ ആ മർമ്മം നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ഈ ഒരേ ബൈബിൾ പല പ്രാവശ്യം വായിച്ചാലും ഒത്തിരി പ്രാവശ്യം വായിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, യു ഗോ ഡീപ്പർ. അതായത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി വലുതായിട്ട് വരും. ദൈവത്തിന് നിർബന്ധമാണ് നമ്മൾ അങ്ങനെ ദൈവത്തെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. സ്തോത്രമെന്ന അധരഫലം, അതായത് സങ്കീർത്തനം 50:23 പറയുന്നത്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുക എന്ന് പറഞ്ഞാൽ എവ്രിതിങ് ഈസ് ഡൺ ബൈ ജീസസ്. എല്ലാം അവൻ ചെയ്ത് തീർന്നിരിക്കുകയാണ്. അവൻ ക്രൂശുമരണം ഏറ്റെടുത്തതിനാൽ തൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് പിതാവിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമായിട്ട് അവൻ്റെ രക്തം നിൽക്കുന്നതിനാൽ നമ്മൾ അവൻ്റെ കൂടെ തന്നെ നിന്നിട്ട്, അതാണ് ദിസ് ഈസ് കോൾഡ് we are exchanging ourselves with the righteousness of living God. അതായത് നമ്മളിലുള്ള ബലഹീനത
അങ്ങോട്ട് പാസ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധി അല്ലെങ്കിൽ നീതി നമ്മുടെ ഉള്ളിലേക്ക് പകരുകയാണ്. അത് ദിനംപ്രതി ചെയ്യണം, മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് ചെയ്യണം, എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ ഈ ടി വിയിലൊക്കെ കേൾക്കുമ്പോൾ പലരും പ്രയർ റിക്വസ്റ്റ് പറയുകയോ അല്ലെങ്കിൽ നമ്മളൊരാൾ നമ്മൾക്കൊരു ഉപദേശം കൊടുക്കും. അവർ പറയുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ദൈവത്തോട് പാസ് ചെയ്യുന്ന ഒരു ലെവലിൽ വരണം. അതായത് അത് കേട്ടിട്ട് ഞാനിതിന് എന്ത് ഉത്തരമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് കേൾക്കരുത്. ഹോളി സ്പിരിറ്റ് ടേക്ക് ഓവർ, ഇതെടുക്കുക, തിരിച്ചെടുക്കുക, അങ്ങോട്ട് എടുക്കുക. അത് അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നമ്മൾ ഈ കേൾക്കുന്ന ഒരു പൈപ്പായിട്ട് നമ്മൾ മാറുകയാണ്. ഇവർ പറയുന്ന അവർക്ക് നേരിട്ട് യേശുവിലേക്ക് മിണ്ടാൻ അവർക്കുള്ള കണക്ഷൻ ശരിയായിട്ടില്ല എങ്കിൽ നമ്മൾ ആ കണക്ഷനായിട്ട് നിന്നാൽ മതി. നമ്മൾ ഇപ്പം നേരെ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഉടനെ ഉത്തരം കൊടുക്കുക. പലപ്പോഴും പെർസീവ് ചെയ്തിട്ട് അത് ഹോളി സ്പിരിറ്റ് ഒരല്പം നേരം എടുത്തിട്ട് ഉത്തരം. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥന എന്നും ചെയ്യുന്ന എനിക്ക് ചെറിയ ഗ്രൂപ്പുണ്ട്. അവിടെയൊക്കെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുമ്പം ഉത്തരം വരും. അപ്പോഴാണ് ദൈവം പറയുന്നത്, നിൻ്റെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുൻപേ അല്ലെ ഒരു വാക്ക് വരുന്നതിന് മുൻപേ ഞാൻ ഉത്തരം തരുമെന്ന്. അത് സത്യമാണ്. പക്ഷേ ആ കണക്ഷൻ അതുപോലെ ക്ലിയർ ആയിരിക്കണം. ഇബ്രായലേഖനം 13:15 അങ്ങനെ തന്നെയാണ് പറയുന്നത്, നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന് സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കാം. നന്മ ചെയ്യാനും കൂട്ടായ്മ ആചരിക്കാനും മടുക്കരുത്. ദൈവത്തിന് സ്തുതിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടാണ്. ആ സ്തുതിപ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറരുത്. ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ദൈവത്തെ സ്തുതിക്കുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കണക്കിൽ ചിന്തിക്കുക, എന്തോന്നെ ദൈവത്തിന് എപ്പോഴും നന്മ പറഞ്ഞോട്ടെ. നോ, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. ഹി ഈസ് ഓൾവേസ് ഗുഡ്. അവനിൽ ഒരു അയോട്ട ഓഫ് ഡാർക്ക്നെസ് ഇല്ല, അവനിൽ ഒപ്പം പോലും തിന്മയില്ല. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ഈ ദൈവത്തിൻ്റെ നന്മകൾ വിളിച്ചു പറയുമ്പോൾ അവൻ വിശുദ്ധൻ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയുമ്പം ആ പരിശുദ്ധി നമ്മളിലേക്കാണ് വീഴുന്നത് സത്യത്തിൽ. അത് ഞാൻ കോഴിക്കോട് വെച്ച് ഞാൻ വചനം പലപ്പോഴും ഈ പള്ളിയിൽ പറയുന്നുണ്ട്. ഈ വചനം കേൾക്കുന്ന ഒരു കാല് വയ്യാത്ത ഒരാൾ എൻ്റെ അടുക്ക വന്നിരുന്ന് കേൾക്കുമായിരുന്നു. ഈ വചനം ഞാൻ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഞാൻ പലപ്പോഴും പറയുമ്പം അദ്ദേഹത്തിന് മുഖത്ത് മാറ്റം വരുന്നത് ഞാൻ കാണുമായിരുന്നു. ആ മുഖത്തേക്ക് ആ പരിശുദ്ധി. അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ സ്തുതിക്കുമ്പം പ്രയോജനം നമുക്കാണ് കൂടുതലുണ്ടാകുന്നത്. ദൈവത്തെ സ്തുതിക്കുക നന്മകൾ കൊണ്ട്. അതുകൊണ്ട് കർത്താവിനെ അറിയുകയാണെങ്കിൽ നമ്മൾ അവനെ എപ്പോഴും ദൈവത്തിന് സ്തോത്രത്തിൻ്റെ വചനം നമ്മുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുക. യെശയ്യാ 41:15 ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ഏത് പർവ്വതവും ഏത് പ്രശ്നവും നമ്മുടെ മുമ്പിൽ നിന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ അത് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് 42 യെശയ്യായി പറയുന്നത്, ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ച് താമ്രവാതിലെ ഉടച്ചു മാറ്റുന്ന ദൈവം നമുക്ക് മുമ്പിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പറയുന്നത് 146 1 വാക്യത്തിൽ 146 എൻ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ള ഒക്കെ കാലം ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുന്നവരായി മാറണം. അങ്ങനെ സ്തുതിപ്പ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ക്യാരക്ടർ. നമ്മളിൽ ദൈവത്തിനെ അല്ലെങ്കിൽ വേറൊരാളെ നന്മ പറയുന്നൊരു സ്വഭാവം നമ്മളിലില്ല. ദിസ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. അതായത് നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ സ്ഥലം നിരപ്പാക്കി വൃത്തിയാക്കി വരമ്പ് കെട്ടി വെള്ളമൊഴിച്ച് അതിനകത്ത് നമ്മൾ വളമിട്ട് നല്ല വിത്തിട്ട് കിളിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരു വചനമേ ഉള്ളെങ്കിൽ സങ്കീർത്തനം 23 എടുക്കാമല്ലോ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. എന്നാൽ അതിനകത്ത് പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അങ്ങനെ ഒരു പറയുന്നെങ്കിൽ എന്നെ എന്തുകൊണ്ട് നന്മയും അനുഗ്രഹവും പിന്തുടരുന്നില്ല. അതായത് നമ്മൾ അതിൻ്റെ പുറകെ പോകുകയല്ല, അത് നമ്മളെ അന്വേഷിച്ച് കടന്നു വരുന്നെന്ന്. എത്ര വിശ്വാസികൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും? പറയാൻ സാധിക്കണം. കർത്താവിന് നിർബന്ധമാണ്. ഈ റോമർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നുണ്ട്, തന്നെ വിശ്വസിക്കുന്ന തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുന്നു. സകലതും എന്ന് പറയുമ്പോൾ അതിനകത്തൊന്നും എക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു ദൈവമാണ്.
നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട്. ഇപ്പം ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം റോമർക്ക് എഴുതിയ ലേഖനം ഈ 8-ാം അധ്യായത്തിൽ അതെല്ലാവർക്കും അറിയേണ്ട ഒരു വാക്യമാണ്. ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പിന്നെ കൊരിന്ത്യർ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത് കൂടുതൽ സ്നേഹം എന്തെന്ന്. പക്ഷേ ദൈവം ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് സ്നേഹത്തിനെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് എന്താണ് 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് കേൾപ്പിക്കാം. വളരെ പ്രധാനം. ഞങ്ങൾ എപ്പോഴും നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള, എന്നാലും വചനാടിസ്ഥാനത്തിൽ തന്നെ വായിക്കുകയാണ്. 8:36 ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മളെ മാറ്റാനൊക്കത്തില്ല. കഷ്ടമോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റാനൊക്കത്തില്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. നമുക്ക് കഷ്ടം വരും, പക്ഷേ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നത് ക്രിസ്തുവിലാണ്. അവന് അടുത്ത വാക്യങ്ങനെയാണ്: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ലോകത്തിലുള്ള ഒരു ശക്തി, കഷ്ടം സങ്കടം ദുഃഖം മരണം ശാപം പാപം, ഇതൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹം ദൈവസ്നേഹമാണ്. ക്രിസ്തു സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹമാണ്. ആ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഏൽപ്പിച്ച് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സ്നേഹം എത്രയോ വിലയേറിയതാണ്. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ച് ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ഇടപെടാനൊക്കത്തുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന ഏതൊരു നന്മ പ്രവൃത്തി പോലും അഴുക്കായിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെ വിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണം. ഞങ്ങളുടെ ഹൃദയം ഒരു പാത്രമാണ് എങ്കിൽ രാവിലെ തോറും നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ദൈവഹിതമല്ലാത്തുണ്ടെങ്കിൽ അഴിച്ചു മാറ്റിക്കളഞ്ഞ് ശുദ്ധമാക്കി നിൻ്റെ രക്തവും വെള്ളമൊഴിച്ച് കഴുകിയിട്ട് വീണ്ടും ഞങ്ങളെ വിശുദ്ധ പാത്രമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹീനപാത്രങ്ങളാകുന്ന അനേക മക്കളെ മാനപാത്രമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പച്ചൻ്റെ ഒരു തുള്ളി രക്തം മതി. ഒരു തുള്ളി രക്തം കൊണ്ട്, ഒരു ചൂട് രക്തം അപ്പച്ച ഒരു തുള്ളി ഒഴിക്കുമ്പം അവിടെ പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നമോ ഒരു പാപമോ ഇല്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നിട്ട് കർത്താവിൻ്റെ ആത്മാവിൽ ഞങ്ങളെ നിറച്ചു നിർത്തിയിട്ട് ഞങ്ങളാകുന്ന പാത്രങ്ങളിലേക്ക് നിൻ്റെ ആത്മാവിനെ ഒഴുക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ കൃപയുള്ള ഒരു ദൈവമാണ്. കർത്താവെ, ദീർഘക്ഷമയും ദയയും കരുണയുമുള്ളൊരു ദൈവമാണ്. ഞങ്ങളുടെ ബലഹീനതകളെ മറന്ന് നിൻ്റെ വിശ്വാസം കൊണ്ടും നിൻ്റെ സ്നേഹം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന ദിവസം അനുഗ്രഹം തന്നെ കർത്താവെ. രാവിലെ തോറും നിൻ്റെ നന്മകളെക്കുറിച്ച് പറയാനും ചിന്തിപ്പാനും രാത്രി തോറും നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ നീ ബലപ്പെടുത്തിക്കാട്ടപ്പച്ച. നാഥൻ ചെയ്തു തന്നിരിക്കുന്ന സകല കൃപകൾക്ക് നന്ദി പറയുന്നു. കുടുംബമായിട്ട് കടന്നു വരട്ടെ യേശുവിൻ്റെ അടുക്കലേക്ക്. നാഥൻ കൈനീട്ടി വിളിക്കുമ്പോൾ കടന്ന് കയറി വരട്ടെ അപ്പച്ച. ഒരാപത്തും ഈ വചനം ചെല്ലുന്ന ഭവനങ്ങളിൽ ഒരു വീട്ടുകളിലും ഒരാപത്തും വരുത്തരുതേ അപ്പച്ച. വേലി കെട്ടിക്കൊടുക്കേ അപ്പച്ച. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.